ആഹാ, ഇന്ന് അമ്പലം മുഴുവനും തുളസിയുടെ വാസനയാണല്ലോ. ഇതെവിടുന്ന എന്ന് ആലോചിച്ച് അച്ഛൻ തിരുമേനി കണ്ണൻ്റെ അരികിലേക്ക് ചെന്നു. കണ്ണനാണെങ്കിലോ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുന്നു. തിരുമേനി കണ്ണനെ ശല്യപ്പെടുത്തിയില്ല. ഇന്നത്തെ ഇനിയും കണ്ണൻ്റെ അലങ്കാരം എങ്ങനെ ആവണം എന്ന് ഗഹനമായ ആലോചനയിൽ ഇങ്ങനെ അച്ഛൻ തിരുമേനി നിന്നു. കണ്ണൻ ഓരോ ദിവസം ഓരോ അലങ്കാരമാണല്ലോ. അച്ഛൻ തിരുമേനിയുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അന്ന് അങ്ങനെ. തിരുമേനി ആലോചിച്ച് കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ധ്യാനത്തിലിരിക്കുന്ന കണ്ണൻ തയ്യെ കണ്ണ് തുറന്നു നോക്കി. അച്ഛൻ തിരുമേനിയുടെ മനസ്സ് വായിച്ചെറിഞ്ഞ പോലെ കണ്ണൻ വേഗം പറഞ്ഞു, വേണ്ട വേണ്ട, ആലോചിച്ചു കൂട്ടണ്ട, ഇന്ന് കണ്ണൻ പറയണ പോലെ അലങ്കരിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ, അച്ഛൻ തിരുമേനിക്ക് അതൊന്ന് സമ്മതം. എന്നാ പറയൂ, ഉണ്ണിക്കിന്ന് എങ്ങനെയാ ഒരുങ്ങേണ്ടതെന്ന്. കണ്ണൻ കണ്ണൻ്റെ ഓടക്കളിലെടുത്ത് ചൂണ്ടിക്കാണിച്ചു. അതാ ശ്രീലകത്ത് ഒരു വശത്ത് നിറയെ തുളസിപ്പൂക്കൾ കൂട്ടി വെച്ചിരിക്കണു. ഇന്ന് ഇത് മതി, ഇത് മാത്രം മതി. ഓ, അപ്പോൾ തുളസിപ്പൂക്കളുടെ വാസന ഇവിടെ നിന്നായിരുന്നു അല്ലേ? കണ്ണൻ ഓരോ ദിവസം ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. എന്നാ ശരി, തുളസിയും കണ്ണൻ്റെ പ്രിയയാണല്ലോ. അച്ഛൻ തിരുമേനി കണ്ണനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് തുളസിമാലകൾ ചാർത്തി തുളസിപ്പൂക്കൾ കൊണ്ടൊരു കിരീടവും ഉണ്ടാക്കി അതിലൊരു മയിൽപ്പീലിയും വെച്ചു കൊടുത്തു. കണ്ണന് സന്തോഷായി. പിന്നെ ഇല്ലേ, കൂടെ ഒരു കള്ള ചിരി ഉണ്ടായി. ഇനി തൃക്കലിച്ചിരി വെണ്ണയും കൂടി കിട്ടിയാൽ സന്തോഷം ഇരട്ടിക്കും അച്ഛൻ തിരുമേനി. തരാലോ. കണ്ണൻ്റെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും. സകല ജഗത് പാലകനായ മഹാവിഷ്ണു അങ്ങ് ബാലലീലകളാടി കുറുമ്പും കാട്ടി ഈ അച്ഛൻ തിരുമേനിക്ക് തന്ന സൗഭാഗ്യങ്ങൾ അനേകം ജന്മങ്ങളുടെ സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭഗവാനെ, പൊന്നു ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പൻ്റെ കൃപ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ സുഗന്ധമായി നിറഞ്ഞു നിൽക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.